ഇന്ന് രാവിലെ തന്നെ ഞാനിതാ വീട്ടുമുറ്റത്തിൽ ഈ മുരിങ്ങയില ഞാൻ പൊട്ടിക്കുകയെന്ന് ഇന്നൊരു പരിപ്പും മുരിങ്ങയിലൊക്കെ ഇട്ടിട്ടൊരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇന്നത്തെ എൻ്റെ വീഡിയോ വന്നത് നമ്മുടെ പുറത്ത് തന്നെ അടുപ്പുണ്ട്. അപ്പോൾ ആ അടുപ്പിൽ തന്നെ ഈ ഒരു മൺപാത്രത്തിൽ മൺചട്ടിയിലും കലത്തിലും ആയിട്ട് ഇന്നത്തെ ഭക്ഷണം ഫുൾ അങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി ഇത് കറി വെക്കാനായിട്ട് ഞാനിത് 2 കയ്യിൽ പരിപ്പാന്ന് കഴുകിയിട്ട് ചട്ടിയിലിട്ടിട്ടുണ്ട്. ഇനി അതിൽ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് അടുപ്പത്തേക്ക് വെക്കാം. ഇനി ഇതിന് ആവശ്യത്തിന് നമുക്ക് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പും ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ച് വെക്കാം. അപ്പോൾ ആ ടൈമിൽ നമുക്കൊന്ന് അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് കുറച്ച് തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരപ്പ് റെഡിയാക്കുന്നുണ്ട്. പുറത്ത് നല്ല മഴയാട്ടോ. ഇന്നിപ്പോൾ തോരനാക്കാൻ വേണ്ടിയിട്ട് കോവയ്ക്കാണ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പരിപ്പ് വെന്തോ നോക്കാം. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് ആവശ്യത്തിന്. അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് ഈ അരച്ച് വെച്ചിട്ടുള്ള അരപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് കഴുകിയിട്ടും ഒന്ന് അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കഴുകി വെച്ചിട്ടുള്ള മുരിങ്ങയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മുരിങ്ങയില ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മുരിങ്ങയിലും അരപ്പും ഒക്കെ ഒഴിച്ചതല്ലേ, അപ്പോൾ ചിലപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ആവശ്യത്തിന് നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് നമ്മുടെ കറി ഇതാ നല്ലോണം തിളച്ച് വന്നിട്ട് ഇനി നമുക്കതിൽ വറുത്തിടാം. അതിനായിട്ട് ഞാനിതാ ഈ ഒരു ചീനച്ചട്ടി വെളിച്ചെണ്ണയും കടുകും കറിവേപ്പിലയും ചെറിയ ഉള്ളിയും വറ്റൽമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വറുത്ത് എടുത്തിട്ടുണ്ട്. ഇനി ആ വറവെടുത്തിട്ട് നമുക്കിനി നമ്മളുണ്ടാക്കിയ നമ്മുടെ പരിപ്പും മുരിങ്ങയില കറിയിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കറി റെഡി. ഇനി അതേ സെയിം ഈ ചീനച്ചട്ടിയിൽ തന്നെ കറിവേപ്പിലയും സവാളയും അതുപോലെ തന്നെ കടുക് കൂട്ടിയിട്ട് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കോവയ്ക്കയും കൂടെ ചേർത്തിട്ട് ഒരു പച്ചമുളകാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് സമയം ഒന്ന് അടച്ച് വെക്കണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ കോവക്ക തോരനും കൂടി റെഡി ആയിട്ടുണ്ട്. ഇന്നിപ്പോൾ അയിലയും കുഞ്ഞു മത്തിയായിരുന്നു കിട്ടിയത്. അപ്പോൾ അയില എടുത്തിട്ട് ഞാൻ ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അയില ഫ്രൈ ചെയ്തു. അമ്മയപ്പോൾ ഈ കുഞ്ഞു മത്തി കൊണ്ട് നല്ലൊരു മുളകിട്ടത് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ലഞ്ച്. ഇതിൻ്റെ കൂടെ അമ്മയുണ്ടാക്കിയ ഒരു കുഞ്ഞി മത്തീനെ കൊണ്ട് മുളകിട്ടതും കൂടി ഉണ്ട്. അപ്പോൾ അതും കൂടി എടുത്തു. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.